സേതു പ്രതിഭാഗം അഭിഭാഷകൻ എത്താൻ അല്പം വൈകി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നോട് നേരത്തെ തന്നെ അറിയിച്ചിരുന്നില്ല, മാത്രമല്ല നേരത്തെ അറിയിച്ചിരുന്നത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നുള്ളൊരു കാര്യമായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അത് അങ്ങനെയല്ലായിരുന്നു, പകരം ഇത് വൈകുന്ന ഒരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പോലീസ് കൃത്യമായി പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വൈകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായിട്ടുള്ള സിയാദ് സാറാണ്. സിയാദ് സാർ ഇല്ല 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 തിടുക്കത്തിൽ അവരത് ഫോർമാലിറ്റീസ് ഇന്ന് തന്നെ പരിഗണിക്കുന്നത്. ഇല്ല, അവർ ഫോർമാലിറ്റി കംപ്ലൈ ചെയ്തിട്ട് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. കുറച്ച് തിടുക്കം കാണിച്ചു. ഇല്ല, ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇല്ല, നടപടിക്ക് സമയം കിട്ടിയില്ല. ഇല്ല 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 ഇവിടെ നോൺ ബെയിലബിൾ അല്ലേ, പ്രോസിക്യൂട്ടറിന് കോപ്പി കൊടുത്തിട്ട് തന്നെയാണ് വാദം കേൾക്കേണ്ടത്. ഒരു വാദത്തിനുള്ള അവസരം ഉണ്ടായില്ല. ഇല്ല ഉണ്ടാവില്ല. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഒരു തിടുക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രഞ്ജിത്തിനെ ഹാജരാക്കാൻ ഒരു തിടുക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തന്നെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തന്നോട് പറഞ്ഞിരുന്നത് പോലീസ് അത്ര വേഗത്തിൽ കോടതിയിൽ ഹാജരാക്കില്ല, പകരം എറണാകുളം വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ നിന്ന് റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കിയ ശേഷം സാവധാനത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുക എന്നുള്ളതായിരുന്നു തനിക്ക് ലഭിച്ചിരുന്ന വിവരം. പക്ഷേ ഇത് അങ്ങനെയല്ല, പകരം ആശുപത്രിയിൽ നിന്ന് ഇറക്കിയ ഉടൻ തന്നെ പോലീസ് ജഡ്ജിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതാണ് അഭിഭാഷകൻ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല ഇന്ന് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. അത് ഇന്ന് തന്നെ പരിഗണിക്കും എന്നുള്ളതാണ് കോടതി അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത്. ഇന്നലെ മുതൽ തന്നെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ പോലീസ് തീരുമാനിച്ചപ്പോൾ കോട്ടയത്ത് വെച്ച് വേണ്ട, പകരം അദ്ദേഹത്തിനെ സിനിമാ സെറ്റിൽ വെച്ച് അറസ്റ്റ് ചെയ്യേണ്ടതില്ല, പകരം അദ്ദേഹം താമസിക്കുന്നിടത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് തൊടുപുഴയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ അറസ്റ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ രഞ്ജിത്ത് മനസ്സിലാക്കുകയും അവിടെ നിന്ന് കടന്നു കളയുകയുമാണ് ഉണ്ടായത്. എന്നാൽ രഞ്ജിത്തിനെ തൊടുപുഴ പോലീസിൻ്റെ സഹായത്തോടുകൂടി കൊച്ചി സിറ്റി പോലീസ് പിടികൂടുകയായിരുന്നു. പിന്നീട് പുലർച്ചയോടുകൂടി ഏറെക്കുറെ 12:30 1 മണിയോടുകൂടി രഞ്ജിത്തിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്നും തനിക്ക് ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്നും രഞ്ജിത്ത് ഡോക്ടർമാരെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നു എന്നെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. പിന്നീട് ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വീണ്ടും പരിശോധിച്ചു. ആ പരിശോധനയിൽ അദ്ദേഹത്തിന് മറ്റു ശാരീരിക കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലായി. 7 മണിയോടുകൂടി അദ്ദേഹത്തെ പോലീസ്